എല്ലാവർക്കും നമസ്കാരം. ശരത് മാത്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് മാത്തമാറ്റിക്സിൽ നിന്നുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളുടെ പാർട്ട് 4ലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. സോ ഐയോടെ ഓൺലൈൻ ക്ലാസ് റണ്ണിങ് ആണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്താൽ അതുവരെയുള്ള കംപ്ലീറ്റ് റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതിനുശേഷമുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാനും പറ്റും. ഓക്കെ, സോ പെർ മൊഡ്യൂൾ 400 റുപ്പീസാണ് റേറ്റ് വരിക. പരമാവധി മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എല്ലാം ഇൻക്ലൂഡ് ചെയ്താണ് നമ്മൾ ക്ലാസ്സുകൾ. അതായത് മുൻപ് PSC ചോദിച്ചിട്ടുള്ള സമാനമായ സിലബസുള്ള എക്സാമിലെ ചോദ്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചാണ് നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ ജോയിൻ ചെയ്യാനായിട്ട് 9895631949 എന്ന നമ്പറിലേക്ക് കോൾ ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി. ഓക്കെ, സോ അപ്പോൾ നമുക്ക് നേരെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കയറാം. ഒരു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഇവാലുവേഷൻ ആണ്. ഇപ്പോൾ കാൽക്കുലസിൽ നിന്ന് നമുക്ക് ഏകദേശം ഉറപ്പിക്കാവുന്ന ഒരു ചോദ്യമാണ് എന്തെന്ന് പറയുന്നത് ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ ആദ്യത്തെ ചോദ്യം നോക്കാം നമുക്ക്. ഇൻ്റഗ്രൽ 0 to 3 0 to 2 0 to 1 x y z dx dy dz എന്നാണ് ചോദ്യം. ഓക്കെ, സോ ഇത് ഇൻസൈഡ് ഫംഗ്ഷൻ പ്രോഡക്റ്റും ആണ്, ലിമിറ്റുകളെല്ലാം കോൺസ്റ്റൻറ്റും ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യാം അല്ലേ. 0 to 1 എക്സിൻ്റെ ലിമിറ്റ് ആണല്ലോ. അപ്പോൾ എക്സ് ഉള്ള ഫംഗ്ഷൻ എക്സ് ഡി എക്സ് ഇൻറ്റു അടുത്ത 0 to 2 വൈ ഉള്ള ഫംഗ്ഷൻ വൈ ആണ് ഡി വൈ ഇൻറ്റു 0 to 3 ഇസഡ് ഉള്ള ഫംഗ്ഷൻ ഇസഡ് തന്നെയാണ് ഡി ഇസഡ്. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതിയാവും. ഓക്കെ, സോ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? x²/2. എപ്പോഴൊക്കെയാണ് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുക? ഇൻസൈഡ് പ്രോഡക്റ്റും ലിമിറ്റുകളെല്ലാം കോൺസ്റ്റൻറ്റും ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്യാം. ഓവർ ദ ലിമിറ്റ് 0 to 1 വൈയുടെ ഇൻ്റഗ്രൽ y²/2 ഓവർ ദ ലിമിറ്റ് 0 to 2 ഇസഡിൻ്റെ ഇൻ്റഗ്രൽ z²/2 ഓവർ ദ ലിമിറ്റ് 0 to 3. സോ ഈ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എന്താണ് വരിക? അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1/2, ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല. ഇവിടെ 2² 4/2, ഇവിടെ 3² 9/2 എന്ന് വരും. ഓക്കെ, സോ 2 × 2 4 ക്യാൻസൽ ചെയ്യാം. ആൻസർ എന്താണ് വരിക? 9/2 ആണ് ആൻസർ വരിക. ഓപ്ഷൻ സി 9/2 ഇസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ 0 to π/4 ഇൻ്റഗ്രൽ 0 to 1 ഇൻ്റഗ്രൽ 0 to x² x cos y dz dx dy. അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ ചെയ്ത പോലെ സ്പ്ലിറ്റ് ചെയ്യുന്ന പരിപാടി നടക്കില്ല. കാരണം x² എന്നുള്ളത് കോൺസ്റ്റൻറ്റ് ലിമിറ്റ് അല്ല, വേരിയബിൾ ലിമിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് സ്പ്ലിറ്റിംഗ് പരിപാടി നമുക്ക് നടക്കില്ല. അല്ലാണ്ട് തന്നെ ചെയ്യാം അല്ലേ. 0 to π/4 ഇൻസൈഡ് ഉള്ളത് ആദ്യം ചെയ്യാം. 0 to 1 ആദ്യമേ ഇസഡ് വെച്ചിട്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇസഡ് വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് കോസ് വൈ കോൺസ്റ്റൻ്റ് ആണ്. ബാക്കി ഇൻ്റഗ്രൽ ഡി ഇസഡ് എന്ന് വരും. അത് ഇസഡ് തന്നെയാണ്. ഓവർ ദ ലിമിറ്റ് 0 to x² dx dy. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π/4 ഇൻ്റഗ്രൽ 0 to 1 ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുത്താൽ എക്സ് കോസ് വൈ ഇൻറ്റു അപ്പർ ലിമിറ്റ് ഇസഡിന് x² കൊടുത്താൽ x² ആണ്. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുന്നില്ല 0 ആയതുകൊണ്ട് dx dy. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π/4 ഇൻ്റഗ്രൽ 0 to 1 എക്സും x² ഗുണിച്ച് x³ ഇൻറ്റു കോസ് വൈ dx dy. ഇനി വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം. ലിമിറ്റുകളെല്ലാം കോൺസ്റ്റൻസ് ആയിട്ടുണ്ട്, ഇൻസൈഡ് പ്രോഡക്റ്റും ആണ് അല്ലേ. അപ്പോൾ 0 to 1 x³ dx നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു ഇൻറ്റു 0 to π/4 നമ്മൾ എന്ത് ചെയ്യുന്നു? കാരണം അറിയാലോ എക്സിൻ്റെ ലിമിറ്റാണിത്, വൈയുടെ ലിമിറ്റാണിത്. 0 to π/4 നമ്മൾ വൈയിൽ വരുന്ന ഫംഗ്ഷൻ കോസ് വൈ ഡി വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. സോ ദിസ് ഈസ് ഈക്വൽ ടു പറഞ്ഞേ x³ ഇൻ്റഗ്രൽ എന്താണ്? x²/2 ആണ്. ശരിയാ, സോറി, x⁴/4 ആണ് അല്ലേ. x³ ഇൻ്റഗ്രൽ x⁴/4 ആണ്. അറിയാലോ ഇൻ്റഗ്രൽ x⁻n എന്ന് പറഞ്ഞാൽ x⁻n+1/n+1 ആണ്. അപ്പോൾ അത് പ്രകാരം x³ ഇൻ്റഗ്രൽ x⁴/4 ഓവർ ദ ലിമിറ്റ് 0 to 1 കോസ് വൈയുടെ ഇൻ്റഗ്രൽ സൈൻ വൈ ശരിയാണല്ലോ ഓവർ ദ ലിമിറ്റ് 0 to π/4. സോ ദിസ് ഈസ് ഈക്വൽ ടു, സോ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താണ് വരിക? എക്സിന് 1 കൊടുത്താൽ 1/4, ലോവർ ലിമിറ്റ് 0 ആയിട്ട് കൊടുക്കുന്നില്ല. ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുത്താൽ sin 45 sin π/4 എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/4 ഇൻറ്റു sin 45 എന്താണ്?
1/√2 ആണ്. ഓക്കെ, സോ 1/4√2 ആണ് നമുക്ക് ആൻസർ വരിക. ശരിയാണല്ലോ. ദിസ് ഈസ് ഈക്വൽ ടു 1/4√2. ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ ബി 1/4√2 ഇസ് ദി കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ അല്ലേ? ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ഇൻ്റഗ്രൽ ഇവാലുവേഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. സമാനമായിട്ടുള്ളൊരു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഇവാലുവേഷൻ ആണ് അടുത്ത ചോദ്യം. ഇവാലുവേറ്റ് ദ ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ദ റീജിയൻ ജി 12xy² dv ഓവർ ദ റെക്റ്റാങ്കുലർ ബോക്സ്. ഒരു റെക്റ്റാങ്കുലർ ബോക്സിലാണ് നമ്മളിത് ഈ ഒരു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഡിഫൈൻഡ് ബൈ ദ ഇനിക്വാളിറ്റീസ്. എക്സിൻ്റെ ലിമിറ്റ് അവർ തന്നിട്ടുണ്ട്, വൈയുടെ ലിമിറ്റ് തന്നിട്ടുണ്ട്, ഇസഡിൻ്റെ ലിമിറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ചെയ്ത് നോക്കാം. സോ ട്രിപ്പിൾ ഇൻ്റഗ്രൽ എക്സിൻ്റെ ലിമിറ്റ് എവിടെ മുതൽ എവിടെ വരെയാണ്? -1 മുതൽ 2 വരെയാണ്. വൈയുടെ ലിമിറ്റ് 0 മുതൽ 3 വരെയാണ്. ഇസഡിൻ്റെ ലിമിറ്റ് 0 മുതൽ 2 വരെയാണ്. ഫംഗ്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് 12xy² z3. നമ്മൾ എഴുതിയ ഓർഡർ XYZ ആണ്. അപ്പോൾ dx dy dz. സോ ഈ ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. 12 കോൺസ്റ്റൻ്റ് ആണ്, പ്രോഡക്റ്റ് ആണ്, എല്ലാ ലിമിറ്റുകളും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാം. എക്സിൻ്റെ ഇൻ്റഗ്രൽ x²/2. എക്സിൻ്റെ ലിമിറ്റ് എവിടെ മുതൽ എവിടെ വരെയാണ്? -1 മുതൽ 2 വരെ. ഇൻറ്റു വൈയുടെ ഇൻ്റഗ്രൽ y³ ഓവർ ദ ലിമിറ്റ് എവിടെ മുതൽ എവിടെ വരെയാണ്? 0 മുതൽ 3 വരെ. ഇൻറ്റു ഇസഡിൻ്റെ ഇൻ്റഗ്രൽ എത്രയാണ് വരിക? z⁴/4 ഓവർ ദ ലിമിറ്റ് എവിടെ മുതൽ എവിടെ വരെയാണ്? 0 മുതൽ 2 വരെ. സോ ഇത് വാലുവേറ്റ് ചെയ്യുക. 12 ഇൻറ്റു എന്താണ് വരിക? 2²/2. 2² എന്ന് പറഞ്ഞാൽ 4 ആണ്. 4/2 എന്ന് പറഞ്ഞാൽ 2 മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താൽ -1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ആ 2 ഇങ്ങോട്ട് ഔട്ട് സൈഡ് എടുത്ത് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇത്രയും പ്രശ്നമില്ല. ഈ 2ഉം 12ഉം കൂടെ കട്ട് ചെയ്താൽ 6 ആയി. അതായത് 6 ഇൻറ്റു ഇനി ബാക്കി നോക്കിയാൽ മതി. 2² എന്നുള്ളത് 4 ആണ്. -1² എന്നുള്ളത് 1 ആണ്. ഇൻറ്റു ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുത്താൽ 3³ എന്ന് പറഞ്ഞാൽ 3² ആണ്. അത് 9 വരും. ലോവർ ലിമിറ്റ് കൊടുക്കുന്നില്ല 0 ആയതുകൊണ്ട്. ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുത്താൽ 2⁴/4 അല്ലേ? 2⁴ 16 ആണ്. 16/4 എന്ന് പറഞ്ഞാൽ 4 ആണ്. അതായത് 6 ഇൻറ്റു 3 ഇൻറ്റു 9 ഇൻറ്റു 4. ശരിയാണല്ലോ. സോ എന്താണ് വരിക? 3 6 18 ഇൻറ്റു 9 4 36. ഓക്കെ, ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 18 ഇൻറ്റു 36. 6 8 48 8 ശിഷ്ടം 4 6 4 10 3 8 24 4 ശിഷ്ടം 2 3 2 5. സോ 648 ആണ് നമുക്ക് ആൻസർ വരിക അല്ലേ? 648 ഈസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. 648 ആണ് ആൻസർ വരിക. സോ ഈ ടൈപ്പ് ചോദ്യങ്ങളൊക്കെ എക്സാമിന് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ടൊന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. സോ അപ്പോൾ നമുക്ക് വീണ്ടും ഇതേപോലെ യൂസ്ഫുൾ ആയിട്ട് ക്ലാസ്സുമായിട്ട് കാണാം. അണ്ടിൽ ദെൻ ടാറ്റാ ബൈ, സീ യു.